കബോർഡിലെ സാധനങ്ങൾ വലിച്ച് വെളിയിലിട്ടിനെ 8 പണിയാ നിനക്ക്. എന്നാ ഇതും കൂടി കേട്ടോ, പൊടി അടിക്കുമ്പോൾ പറ്റിയതല്ല, ഞാൻ മനഃപൂർവ്വം ചെയ്തത് ഞാൻ. എന്തിന്? നിങ്ങളെ മറ്റോളെ കുറിച്ച് ക്ലൂ ഇട്ടോ നോക്കാൻ വേണ്ടിട്ട്. നിങ്ങളെ രണ്ടാളും ഒരു ദിവസം ഞാൻ കൈയോടെ പൊക്കുന്നുണ്ട്. അയ്യേ, ഇവിടെ തോന്നുന്നത് എന്നെ ഒരു ആഭാസനാക്കാൻ നോക്കി. എന്തേ എന്നോട് പകരം വിട്ടാ വന്നതാ? മുളക് പൊടിയാണ് കണ്ണിൽ ഞാൻ പറ്റുവാ. നീ എറിയോ? എറിഞ്ഞോ? എറിഞ്ഞോടി. അതിലും വലിയ നീറ്റല എന്റെ ഹൃദയത്തില്. അതിന് നിങ്ങൾക്ക് ഹൃദയം എന്ന് പറയുന്ന സാധനം ഉണ്ടാ? കൈങ്ങന്ന് കൈങ്ങതാ ടപ്പ് ടപ്പെന്ന് കേട്ടില്ലേ? ടപ്പ് ടപ്പ് ഞാൻ എല്ലാവർക്കും കേൾക്കല്, പക്ഷെ നിങ്ങളത് ദുഷ്ടഹൃദയ. നീ അത് പറയണം, നീ അത് പറയണോടി. കാര്യം ഞാൻ ജീവന് തുല്യ നിന്നെ സ്നേഹിച്ചത്. എന്നിട്ടാന്നല്ലോ നിങ്ങൾ ഏതോ കണ്ട പെണ്ണിന്റെ ഫോട്ടോ നോക്കി അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടത്. ഏതോ പെണ്ണോ? അപ്പൊ നിങ്ങൾക്ക് അവളെ അറിയൂ അല്ലേ? എന്നാ പിന്നെ പറ ആരാത്? അത് നീയാ? ഞാനാ? അടുത്ത ഉടായ്പും കൊണ്ടുവന്ന് ഞാൻ വിശ്വസിച്ചെന്നെ. നോക്കിക്കേ, ആരാ ഇത് ഞാൻ തന്നെയാണ്. ആണല്ലോ. അതിന് ഞാൻ എത്ര ഗ്ലാമറല്ലുണ്ടാ? ഞാൻ ഫിൽറ്റർ ഇട്ട് റെഡിയാക്കി എടുത്താ. ഫിൽറ്റർ ഇട്ടാല് ഗ്ലാമർ ആവും അല്ലേ? അടിപൊളിയല്ലേ? എന്നാ പിന്നെ നിങ്ങൾക്ക് ഇതെന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അതെ, എനിക്കൊരു ചമ്മല് കൊണ്ടിട്ട് പറയാ. എന്തിനു ചമ്മല്? മുളകുണ്ടായിരുന്നോ നിന്റെ കയ്യില്? അയ്യോ അയ്യോ, എന്തൊരു നീറ്റലായത്. അയ്യോ, കണ്ണിലെ തീർന്ന്. അയ്യോ, കണ്ണില് മൂക്കില് മുളക്. ഞാൻ മേലെ തുണി വിരിച്ചിട്ടുണ്ട്, അതെടുത്തിട്ട് വരെ. ഫിൽറ്റർ ഇട്ട് കാണാൻ പറ്റിയ ഒരു സാധനം. അച്ചമ്മയാണെന്നുള്ള വിചാരം വേണ്ട മൂന്നെണ്ണത്തിനും. എന്നെ തള്ളി താഴെ ഇട്ടിരിക്കുന്നു. കാലുവേദന എടുത്തിട്ട് പോയി. ഇതെന്താ അച്ഛമ്മ ഇരുന്ന് പുറകുറക്കുന്ന രാവിലെ? എനിക്കെന്താ ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറഞ്ഞൂടെ? അല്ല, നാട്ടുകാരും എല്ലാം വിചാരിക്കും എന്ത് അച്ഛമ്മയുടെ റിലേ മൊത്തം അടിച്ചു പോയി. നീ ഇവിടെ നിന്നാ നിന്റെ റിലേ ഞാൻ അടിച്ചു പൊട്ടിക്കും. പോടാവിടുന്നു. എന്നോടൊന്ന് നിങ്ങൾ ദേഷ്യപ്പെടുന്നു. ഞാൻ എന്തോ തെറ്റ് ചെയ്തു? നിന്നോടല്ലടാ, പിന്നെ ഇവിടെ വേറെ മൂന്നെണ്ണങ്ങളില്ലേ, അവരോടാ. അവറ്റകളുടെ കയ്യിരിപ്പോണ്ട എനിക്ക് നിലവ് പിടിച്ച് പൊട്ടിക്കാനൊക്കെ തോന്നാറുള്ളൂ. എന്നിട്ട് നീ എന്താ പൊട്ടിക്കാത്തത്? സഹോദരി സഹോദരങ്ങളായി പോയില്ലേ, എങ്ങനെ പൊട്ടിക്കും? അതൊന്നും നീ നോക്കണ്ട, ചെന്ന് 4 അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കടാ. ഇനി എന്നെ ഇങ്ങോട്ട് ചൊറിയാൻ വരട്ടെ, അച്ഛന്മാരും കൂടെ കൂട്ടി ഞാൻ കൊടുത്തോളാം. കൂട്ടുക്കണോടാ. അല്ല, എന്തോ ഇപ്പൊ ഇത്ര ദേഷ്യം അവരോട്? എന്ത് പറ്റി? എന്നെ പിടിച്ച് തള്ളി താഴെ ഇട്ടത്. ഇപ്പൊ കാലിന് ഭയങ്കര വേദനയാ മോനെ. ഈ കാലോ? ഈ മേലാത്ത കാല്. ഞാൻ തൊട്ടോടാ. അയ്യോ, നീര് വെച്ചിരിക്കുന്നു. അതേ മോനെ, നീരും ഒക്കെ ആയി കണ്ടോ. ഇവിടെ വേദന ഉണ്ടോ? ഒന്ന് പതുക്കെ ഞെക്കി നോക്കി. ഇപ്പൊ കുഴപ്പമില്ല മോനെ. ഇവിടെ വേദന ഉണ്ടോ? അവിടെ ഉണ്ട് വേദന. ഇപ്പൊ നല്ല കുറവുണ്ട്. ഒരു മിനിറ്റ്. ഇപ്പോഴോ? കുഴപ്പമില്ല. ഇപ്പോഴോ? എന്റെ പൊന്നെ, എല്ലാം കണക്കാ. എടി ഗീതേ, ഞാൻ അയച്ച ഫോട്ടോ കണ്ടോ നീ? മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, കുറച്ച് പൗഡർ ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഫിൽറ്ററും ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, അതെന്റെ ഒറിജിനൽ രൂപമാണ്. നീ ഫോൺ വെച്ചോ. ഗീതയ്ക്ക് പിടി കിട്ടിയ എന്തെന്ന്? അല്ല, ഫിൽറ്റർ ഉണ്ടെന്നുള്ളത്. നിങ്ങളുണ്ടല്ലോ, ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കണം. സൗന്ദര്യം ഉള്ളവർക്കാണ് ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുക. രണ്ടും കൂടെ ശൃംഗരിച്ചിങ്ങോട്ട് ഇരുന്നു. പിള്ളേര് തോന്നി വഴിക്ക് പോകും. ഏത് പിള്ളേര്? ഏതൊക്കെ പിള്ളേരുടെ കാര്യം അറിയാം നിനക്ക്? അമ്മ എന്റെ മക്കളെ കുറിച്ചാ ഉദ്ദേശിച്ചെങ്കിൽ അവര് നേർവഴിക്ക് തന്നെയാ നടക്കുന്നത്. നിന്റെ നേർവഴിയല്ല എന്റെ നേർവഴി. എന്നാ നിങ്ങളുടെ നേർവഴി പറ. എന്റെ നേർവഴിയാ ഈ ഇരിക്കുന്നത്. ഇവനെ വളർത്തിയ പോലെ നീ നിന്റെ മക്കളെ വളർത്തണം. അതിന് നല്ല ഞാൻ വളർത്താതിരിക്കുന്നതാ നല്ലത്. അത് തന്നെ. കേൾക്കുന്നില്ലേ? എന്താ ഒന്നും പറയാത്തെ? കേൾക്കാതിരിക്കാൻ എനിക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവളെന്നോട് ചാടിക്കറിയാലേ നിന്റെ ചെവിക്കലടിച്ചാൻ തെറിപ്പിക്കും കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യും. രണ്ടുപേരും പറയുന്നത് കേൾക്കാതിരിക്കാലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെവി ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. സ്വന്തം മക്കളെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു വടി വിഴുങ്ങിയ പോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയും. എന്റെ മോനെ വടി വിഴുങ്ങിയ പോലെ നിൽക്കും. അത് ചോദിക്കാൻ നീ ആരടി? ഞാൻ നിങ്ങളെ മോന്റെ ഭാര്യ. ഭാര്യ? അയ്യോ, എന്തൊരു ഭാര്യ എന്നറിയണ്ടേ?
നിങ്ങളെ പോലെയും നിങ്ങളെ ഭർത്താവ് ഭാര്യനെ പോലെയോ ജീവിച്ചത് നാട്ടുകാർ മൊത്തം പറഞ്ഞു നടക്കുന്നുണ്ട്. അതെ, ഞാൻ അങ്ങനെ വരച്ച വര തന്നെയാണ് നിർത്തിയിരുന്നത്. അതിന് നിനക്ക് എന്താടി ചേതം? നിങ്ങൾ വരക്കാൻ പോ, ഞാൻ അവിടെ നിന്നേരും ഇനിയിപ്പോ. അയ്യോ, അല്ല ഞാൻ അങ്ങോട്ട് വന്ന് നിന്ന് തരാടി നിന്റെ മുമ്പിൽ. എന്നാ പിന്നെ നിങ്ങൾ വരക്ക് വന്നിട്ട് നീ ഒന്നും മിണ്ടാട്ടിരിക്കുന്നുണ്ടോ? ഞാൻ പറയും. അയ്യോ, എനിക്ക് കേക്കട്ടെ. എനിക്ക് നിന്റെ ഒന്നും കേക്കട്ടെ. ഞാൻ ഫോൺ എടുത്ത് ഫോൺ എടുത്തെറിയാൻ വരുന്നു. എന്റെ പാട്ടിന് പോട്ടെ. ഞാനും എന്റെ ഭർത്താവ് ശൃംഗരിക്കുന്നു. നിങ്ങൾക്ക് എന്താ തള്ളേ? ഇവിടെ ഇടി. അവിടെയാണോ? ആ ഇടി, ഒന്ന് മുറുകെ ഇടിക്കടി. നീ കൈ വെക്കും. ഇപ്പൊ കണ്ടോണേ. ഇടി, കൈ ഇങ്ങനെ വെക്കും. വെച്ച് ഇടിക്ക്. ആ ശക്തി കണ്ടാ? കണ്ട് ചെയ്തേ, ചെയ്യടി. ഇടി എന്തോ ആടി, ഒന്ന് മര്യാദക്ക് നീ ചെയ്യടി. ഒന്ന് പോസ്റ്റർ നേരാക്ക്. ഇത് കണ്ടാ? ഇങ്ങനെ കണ്ടാ? പവർ പറഞ്ഞു. മതി, പേടിക്കാതെ. ഇനി ഞാൻ റൈറ്റിലേക്ക് വഞ്ചി വന്ന് ലെഫ്റ്റിലേക്ക് മാറണം, മനസ്സിലായ? റൈറ്റ് ലെഫ്റ്റ്. അല്ലീ കൈ വന്ന് നിന്റെ മോന്തയ്ക്ക് വീഴില്ല, പിന്നെ നീ അങ്ങ് തുടങ്ങും. പിന്നെ മൂക്ക് പോയി കണ്ണു പോയി എന്ന് പറഞ്ഞു. എന്റെ മൂക്കിലാണ് കൊണ്ടുപോയി നിന്റെ പല്ലി അടിച്ച് പുറത്തുണ്ട്. എന്നാ തന്നെ ഉണ്ടാക്കും. അവിടെ നിൽക്കുന്നു ചുമ്മാ അറിഞ്ഞല്ലോ എന്റെ പൊന്നെ. റെഡി? ഓക്കെ. വഴി കിടന്ന് അടി ഉണ്ടാക്കുന്ന എന്തോ ഇത്? ആൾക്കാർ കാണത്തില്ലേ മുറ്റത്തെടുത്ത് വഴക്കുണ്ടാക്കിയ? അച്ഛൻ ഞങ്ങള് ബോക്സിംഗ് പഠിച്ചതാ. ബോക്സിംഗ് പഠിത്തോ? പഠിക്കുന്ന കൊള്ളാം. അവസാനം ഇടി കിട്ടിയെന്നൊക്കെ പറഞ്ഞ എന്റെ പരാതി കൊണ്ട് വന്നാണ്ടല്ലോ, നല്ല ചൂരൽ കഷായം ഞാൻ പ്രയോഗിക്കും. ചൂടൽ കഷായം അതെന്ന് തോന്നുന്നു. അത് കാണിച്ചു തരാടാ. അത് ഈ കളരി പോലെ വല്ലതാണോ? കോളേജ് അല്ലടാ, ഞാൻ കാണിച്ചു തരാം നിന്നെ. എന്തോ അടി ഇത്? ഈ തിരുമണ്ടനാണോ നിന്നെ പഠിപ്പിക്കുന്നത്? വേറെ വഴിയിലല്ലോ അച്ഛൻ, ഇവ മാത്രല്ലേ ഉള്ളൂ. ഓഹോ, അങ്ങനെയാണോ? അതെന്ത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കും കേട്ടോ. അച്ഛനെ ഞാൻ കണ്ടോളാം. ആണോടാ? കാണാം. എടാ സഞ്ജു, പോടി ഉണ്ട കണ്ണി. അവൻ പോണേ പോട്ടെ മോളെ. മോളെ ഞാൻ പഠിപ്പിക്കാം. ഇത് നിസ്സാര സംഗതിയല്ലേ? ഇത് വെറുതെ ഇങ്ങനെ ഇടിച്ച് കളിച്ചാ പോരെ. ഇത് ബ്രേക്ക് ഡാൻസ് അല്ല ഇങ്ങനെ കളിക്കാൻ. മോളത്തിനാ ഈ ബോക്സിംഗ് പഠിക്കുന്നത്? അത് ആരെങ്കിലും ഇടിക്കാൻ. അത് നല്ലതാ. ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ ഇതൊക്കെ പഠിക്കുന്നത് നല്ലതാ. യു കണ്ടിന്യൂ. അപ്പൊ അച്ഛൻ പഠിപ്പിക്കണില്ലേ? വേണ്ട, മോൾ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യൂ. എല്ലാ പച്ചക്കറിയും കേടാന്നല്ല ദൈവമേ. അമ്മ എന്നെ വിട്, ഞാനേ നല്ല ബെസ്റ്റ് ക്വാളിറ്റി പച്ചക്കറികൾ കൊണ്ടുവരാം. എന്റെ മക്കള് കടയിൽ പോകാനായിട്ടില്ല, പോകാനാകുമ്പോ അമ്മ പറയും. നല്ല വേണം. എനിക്ക് കണ്ണു കണ്ടൂടാ? എന്താ കുഴപ്പം? കാണാലോ. എന്നിട്ടാണ് നീ ഇത് മൊത്തം ചളിങ്ങിയതും കുത്തതെല്ലാം മേടിച്ചോണ്ടുന്നത്? നോക്കട്ടെ. എടുക്ക്. ഇതിലെന്താ കുഴപ്പം? ഇതിങ്ങനെ കാണുമ്പോ ഒരു കുഴപ്പമില്ല. പറഞ്ഞു കൊടുക്കടാ. എടുക്ക്, ഇതെടുക്ക്. അത് തിരിച്ചു മറിച്ചു വന്ന് നോക്കിയേ. തിരിച്ചു മറിച്ചൊക്കെ നോക്കി അങ്ങനെയാണ് അമ്മ എന്നെ പോയൊക്കെ വായിച്ച പോലെ എന്നെ തന്നെ വിടുന്നു. ഇനി ഞാൻ ആ ജോലിയും കൂടി ചെയ്യാം. കൈ ശ്രദ്ധിക്കണേ. നല്ല ഫ്രഷ് തക്കാളി. പിന്നെ ഈ തക്കാളി മുഴുവനും ഇങ്ങനെ കളയേണ്ടി വരും കട്ട് ചെയ്തിട്ട്. എന്തായാലും കളയാൻ തീർത്താ എല്ലാം ആവി ഞങ്ങൾ പോവല്ലേ, അങ്ങ് തിന്നുമല്ല. പിന്നെ എന്തോ തക്കാളി എല്ലാം നോക്കുന്നു. തക്കാളിയും വേസ്റ്റ് തന്നെ, നീയും വേസ്റ്റ് തന്നെ. സഞ്ജു, നീ ഒന്ന് വാ തുറന്നേടാ. തുറക്കിന്റെ പല്ല് വൃത്തിയിൽ ക്ലീൻ ചെയ്തിനു നോക്കാൻ. ഇന്ന് രാവിലെ നീ വൃത്തിയിൽ ബ്രഷ് ചെയ്തായിരുന്നാ? ചെയ്തല്ലോ. എന്നാ പിന്നെ ഇങ്ങോട്ട് വാ, അമ്മ നോക്കട്ടെടാ. അങ്ങനെയല്ല, അങ്ങനെ ഒന്ന് തുറന്നേ. അങ്ങനെ ഒന്ന് തുറന്നെ പല്ല്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. നിന്നോടല്ല, അമ്മയോട് രഹസ്യമായിട്ട് പറയാൻ വേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, നമ്മള് മൂന്നാളല്ലേ ഉള്ളൂ. എന്താ? ഒന്ന് പറയാ. എന്താടാ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. നീ എവിടെയാണ് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത്? പിടിച്ചു വലിക്കലടാ, ഞാൻ വീണു പോവും. എന്നാ ഞാനിതിപ്പോ അമ്മയോട് എങ്ങനെ പറയുമെന്ന് ആലോചിക്കുന്നു. എന്നാ പറയണ്ട. നമ്മുടെ അച്ഛന്റെ കാര്യം ഞാനിത് അമ്മയുടെ മുഖത്ത് നോക്കി എങ്ങനെ പറയും? എടാ എന്നാടെ പറയട, പിന്നെ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട്. അച്ഛനെ പറ്റി ഇങ്ങനൊന്നും അല്ലമ്മ ഞാൻ വിചാരിച്ചത്. അല്ല നീ എന്നാ വിചാരിച്ചേ? കുടുംബത്തെ സ്നേഹിക്കുന്ന, നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു നല്ല അച്ഛൻ. അതായിരുന്നു എന്റെ മനസ്സിലെ ഇമേജ്. അതിനച്ഛൻ അങ്ങനെ തന്നെയല്ലേ? അല്ല, അമ്മ അച്ഛന്റെ ഫേസ്ബുക്ക് നോക്കാറുണ്ടോ അടുത്ത്?
ഞാനെന്തിനാ അതൊക്കെ നോക്കുന്നേ? അതൊക്കെ ഇടയ്ക്ക് നോക്കണം. അച്ഛന്റെ ഫ്രണ്ട്സ് ആരാന്നറിയോ അമ്മക്ക്? മൊത്തം പെമ്പിള്ളാര്. അതിനിപ്പോ എന്നാ പെണ്ണുങ്ങൾ ഉണ്ടായാല് ഫ്രണ്ട്സ് അങ്ങനെയല്ലേ ഉണ്ടാവും. അങ്ങനല്ലേ ചാറ്റൊക്കെ എടുത്ത് നോക്കണം അമ്മ. ഇന്നത്തെ കോലം ശരിയല്ല, മൊത്തം ഹണി ട്രാപ്പാണ്. ഹണി ട്രാപ്പ്. ചാറ്റാ ആ ചാറ്റ് നീ കണ്ട? പിന്നെ കാണാതെ. അതുകൊണ്ട് എനിക്കതാണ് അമ്മയുടെ അടുത്ത് എങ്ങനെ പറയൂന്ന് എനിക്ക് ആലോചിച്ചിട്ടാണ് ഒന്നും. അതെന്നാ നീ കണ്ടെന്ന് വെച്ചാൽ എന്നോട് പറ. എന്താ കണ്ടത്? ഒരു അമ്മയുടെ മുഖത്ത് നോക്കിയത് മകൻ എങ്ങനെ പറഞ്ഞു തരും? ഒരു മുൻകൂർ ഒരു മുന്നറിയിപ്പായിട്ട് കണ്ടാ മതി. ഇപ്പൊ പിടിച്ചാ കിട്ടും, അല്ലേ കൈ നിങ്ങൾ പോവും. എനിക്കിത് അമ്മയുടെ അടുത്ത് പറയേണ്ടി വന്നല്ലോ ഈശ്വര. ഞാൻ അയാൾക്ക് വെച്ചിട്ടുണ്ട്. ഓ അമ്മ അലമ്പൊന്നും ഉണ്ടാക്കല്ലേ അമ്മ. ചിന്ന കയറി മണ്ടാന്ന് വിളിച്ചല്ലേ, കാണിച്ചു കൊടുക്കാം. പിന്നെ ലൈക്ക് കൊടുക്കണം, ലവ് കൊടുക്കണം. ലവ് കൊടുത്തേക്കാം. ഇവിടെ എന്താ പരിപാടി? ഞാൻ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മനസ്സിലിരിപ്പ് ശരിയല്ല. എന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാൻ നീ ആരും മനഃശാസ്ത്രജ്ഞ. അതിന് മനഃശാസ്ത്രജ്ഞനൊന്നും ആവണ്ട. എന്നിട്ട് എന്ത് കണ്ടുപിടിച്ചു? അല്ല, നിങ്ങളെ ഫേസ്ബുക്ക് മുഴുവനും പെണ്ണുങ്ങളാണല്ലോ. കുറച്ച് പെണ്ണുങ്ങളും ഉണ്ട്, ആണുങ്ങളും ഉണ്ട്. ആ, എന്താ നിങ്ങൾ ഗേൾസ് സ്കൂളിലാണോ പഠിച്ചേ? നോ മിക്സഡ് സ്കൂൾ. വല്ല ഹണി ട്രാപ്പിനെ പൊട്ടിച്ചൊന്നും ഇങ്ങോട്ട് വരരുത്. ഹണി ട്രാപ്പോ? ആ, എനിക്ക് സഞ്ജു എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അത്ര പൊട്ടത്തിയൊന്നല്ല. ഓഹോ, അപ്പൊ അവനാണ് ഇതിന്റെയൊക്കെ പിന്നില്. പിന്നെ മക്കള് അമ്മയുടെ കൂടെയല്ലേ നിൽക്കുള്ളൂ? ഓ നിന്നോട്ടെ, മക്കൾ അമ്മയുടെ കൂടെ മാത്രം നിന്നാ മതി. പക്ഷെ സത്യസന്ധമായിട്ട് സംസാരിക്കണം. ഞാനും എന്റെ മക്കളും കൂടി നിങ്ങളെല്ലാം ഉടായ്പും കണ്ടുപിടിക്കും. നോക്കിക്കോ. അതിന് ഉടായ്പ ഉണ്ടെങ്കിലല്ലേ കണ്ടുപിടിക്കുള്ളൂ. അത് നിങ്ങൾ ഇതിന്റെ ലോക്ക് എനിക്ക് പറഞ്ഞു തരുന്നില്ലല്ലോ. അത് ചെയ്യാൻ പാടില്ല. മൊബൈലില് നമുക്ക് ഒരു പിന്നുണ്ട്, അത് വെച്ച് ലോക്ക്. അതന്നെ. അപ്പൊ അതില് മൊത്തം ഉടായ്പ ഞാൻ ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കുന്നു. നിന്റെ ഫേസ്ബുക്ക് ഞാൻ നോക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ മാത്രമേ ഉള്ളൂ കുഴപ്പം. ഞാൻ അതൊന്നും പൂട്ടിക്കെട്ടി വെച്ചിട്ടില്ല. എനിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാം. നീ ചെയ്തു വെക്കുന്നേ. എനിക്കും ആണുങ്ങളെ ഫോളോവേഴ്സ് ആയിട്ട് എല്ലാം കിട്ടും. ഫോളോവേഴ്സ് ആക്കി വെച്ചോ. ആ, ഞാൻ വെക്കും. എന്നിട്ട് രാത്രി 12 മണി വരെ ഞാൻ ചാറ്റും ചെയ്യും. നീ എന്നാ വേണേ ചെയ്യും. ഞാൻ നോക്കും ഫോട്ടോ അല്ല ഇങ്ങനെ. നിന്റെ ചുറ്റിനും 4 പിള്ളേരുണ്ടാവല്ലോ, അവരെ കൂട്ടി പിടിച്ചോ. പിള്ളേര് കാണാണ്ട് റൂം അടിച്ചിട്ട് നോക്കാൻ എനിക്ക് അറിയായിട്ടൊന്നല്ല. നിങ്ങൾ അങ്ങനെയല്ലേ കാണിക്കുന്നേ? ഞാൻ എന്തും ചെയ്യും. എന്തും ചെയ്യും. അതെങ്ങനെ നിങ്ങൾ ചെയ്തേക്കല്? നിങ്ങൾ ഒരു ഗ്രൂപ്പ് ചെയ്തേക്കല്? നിങ്ങൾ 4 പിള്ളേർ, നീ ഒരു ഗ്രൂപ്പ്. ഞാൻ ഇവിടെ ഇങ്ങനെ പന പോലെ നിൽക്കുമ്പോ നിങ്ങൾ എങ്ങനെയാ അത് ചെയ്തേക്കല്? ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? എന്താ കുറവുള്ളേ? നിനക്കൊരു കുറവില്ല. പെണ്ണുങ്ങളെ തന്നെ കണ്ട പെണ്ണുങ്ങളെ തന്നെ ഞാൻ ചെക്കനുള്ളോണ്ട് ഞാൻ വൃത്തിയോട് പറയുന്നില്ല കേട്ടോ. ചെറുക്കനുള്ളതുകൊണ്ട് എന്താ? ചെറുക്കനല്ലേ ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. അവനുള്ളതല്ലേ പറഞ്ഞത്. അവനുള്ളത് പറഞ്ഞ നിനക്ക് എങ്ങനെ തെളിവ്? എനിക്കറിയാം എന്റെ മക്കൾ കളവ് പറയില്ല. പിന്നെ നീ എന്നെ വിശ്വസിക്കണ്ട. അങ്ങനെ എന്തിനാ ഒരു അച്ഛന് ആഭാസനായിട്ട് കണ്ടിട്ട് മക്കൾ അങ്ങനെ പറയേണ്ട ആവശ്യം? അതിന് പല കാരണങ്ങളും. ഒരു കാരണങ്ങളും ഇല്ല. എന്റെ മോൻ അങ്ങനെ പറയില്ല. നീ ആദ്യം ഭർത്താവിനെ വിശ്വസിക്കാൻ പഠിക്കും. എങ്ങനെ വിശ്വസിക്കല്? എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ടല്ലോ, അപ്പൊ തിരിച്ചും വിശ്വസിച്ചേ പറ്റൂ. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ആ രീതിയിൽ നേർവഴിക്ക് നടക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ അങ്ങനെയല്ല. എന്റെ ഫോൺ ഓപ്പൺ ആയിട്ട് അവിടെ ഇവിടെ എല്ലാം നിങ്ങൾ കാണുന്നില്ലേ? 4 പിള്ളേരും എടുത്ത് കളിക്കുന്നില്ല. അതെന്തുകൊണ്ട്? അതിൽ കള്ളത്തരമില്ലാത്തതുകൊണ്ടാ. ഞാൻ പറയട്ടടാ, പിള്ളേർക്ക് ഫോൺ വരെ എടുക്കാൻ കൊടുക്കത്തില്ല. എന്താണെന്നറിയോ, എനിക്ക് ഒരുപാട് കച്ചവടങ്ങളുണ്ട് സ്ഥലത്തിന്റെ. ഇവന്മാരെടുത്ത് വല്ല പാരം വെച്ചാലുണ്ടല്ലോ, ഈ പാരയാണ് ഇവന്റെ സ്വഭാവം. തന്തയ്ക്ക് പാര വെക്കുന്നവനാ. നിങ്ങളെ കച്ചവടം എനിക്ക് സൗകര്യമില്ല, അതിന്റെ ആവശ്യമില്ല. അവൻ പറയണത് എടുക്കണ ഫോൺ എടുക്കണ പോക്കറ്റിന്ന് ചവിട്ട് മേടിക്കുന്നതിന്. എന്നാ നിങ്ങളൊന്ന് ചവിട്ടി കാണിച്ചേ. അവൻ ഇവിടെ നിൽക്കുമ്പോ നിങ്ങളൊന്ന് ഫോൺ എടുക്കാൻ പറ്റട്ടെ, അവൻ ഇവിടെ കിടക്കും. തൊടട്ടെ എന്റെ ഫോണേല്. നീ വാങ്ങിക്കും. എന്റെ മേത്ത് നിന്റെ സ്വാതന്ത്ര്യം അവിടെ വരെ ഉള്ളു കേട്ടോ. ഇങ്ങോട്ട് വന്നാ നീ മേടിക്കും. തന്റെ ഉന്തിയിടാൻ തള്ളയാ ഉപദേശിക്കുന്നത്. എന്തോരെ തള്ളയാ. അതൊക്കെ നീ ചെയ്യും. അതുകൊണ്ടാ ഈ ഓരോരുത്തരൊക്കെ വഴിമാറി പോകുന്നു. ഇതേപോലത്തെ ഭാര്യമാരുള്ളതുകൊണ്ടാ. ഇപ്പൊ നീ പറഞ്ഞില്ലേ വിഷം കൊല്ലുന്നു? നീ ഇപ്പൊ പറഞ്ഞല്ലേ? ആര് പറയിച്ചു? നിങ്ങൾ എന്ത് പറയിച്ചാലും പറയുന്നേ. നാടകം അഭിനയിക്കാൻ പോടാ. നിങ്ങളെ ഞാൻ കാണിച്ചു തരാട്ടാ. എല്ലാ കളത്തിലും ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അമ്മയുടെ കയ്യിൽ നിന്ന് വയറ് നിറച്ച് കുറെ തേൻ കിട്ടിയല്ലോ രാവിലെ. വലിയ ക്രെഡിറ്റ് അല്ലടാ തന്തക്കിട്ട് പാര് വെച്ച് തള്ളയും തന്തയും തെറ്റിക്കുന്നത്. അയ്യോ അച്ഛാ, ഞാൻ ഒരു തിരുമണ്ടനല്ലേ, എനിക്കിത് വല്ലതും പറ്റുമോ? അതേടാ, നീ തിരുമണ്ടനാന്ന് ആൾക്കാരെ കൊണ്ട് പറയിക്കടാ.
ഓടാ, ഓടാ. ചവിട്ടി നിന്നെ ഞാൻ. പോ, പോ. ശ്ശോ, ഓടാ. അയ്യോ. ഓടാ, ഓടാ. അമ്മേ അമ്മ എന്തിനിപ്പ അമ്മയുടെ വീട്ടിൽ പോണേ? അതാ എന്റെ വീട്ടിൽ പോകാൻ അങ്ങനെ പ്രത്യേക കാരണങ്ങളെല്ലാം വേണോ? എന്നാ ഞങ്ങളും കൂടി വരാം. വേണ്ട, ഞാൻ പോയി കഴിഞ്ഞ് ഇപ്പം തിരിച്ചു വരില്ല. അപ്പൊ നമുക്ക് ഫുഡ് ആരുണ്ടാക്കി തരൂ? നിന്റെ അച്ഛനോട് ഉണ്ടാക്കി തരാൻ പറയടാ. അച്ഛന്റെ ഫുഡ് വളരെ മോശം. അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. ഇതങ്ങനെ പറഞ്ഞു തീർത്താ തീരുന്ന പ്രശ്നങ്ങളൊന്നല്ല മക്കളെ. ഞാൻ സഹായിക്കണോ? അങ്ങനെ ചുരുട്ടിയൊന്നും വെക്കാൻ പറ്റില്ല. നല്ല അമ്മ പോണോ അമ്മ? അച്ഛാതെ അമ്മ ബാഗ് എടുത്ത് പോവാൻ നിൽക്കുവാണേ. നീ മിണ്ടരുത്. ഇതിനെല്ലാം കാരണം നീയാ. ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊണ്ടാവുന്നത്. സത്യം പറഞ്ഞാൽ തെറ്റാണോ? സത്യമാണോ നീ പറഞ്ഞത്? പിന്നെ അല്ലാതെ അമ്മ അമ്മ പോ. അച്ഛാ അമ്മോട് പോവില്ലെന്ന് പറ. എനിക്ക് സൗകര്യമില്ലടി. നീ പോയി പറ അമ്മേ പോവല്ലേ എന്ന്. അമ്മ പോവല്ലോ അമ്മ. നിങ്ങൾ അച്ഛൻ പോവണ്ടെന്ന് പറയില്ല മക്കളെ. ഞാൻ ഉണ്ടായി കഴിഞ്ഞാ ഇവരെ കളിയൊന്നും നടക്കൂലല്ലോ. ആ കളിയൊന്നും നടക്കുകയല്ല. നീ കുറെ നേരം ആയാലോടി പറഞ്ഞ് കൊതിപ്പിക്കാൻ തുടങ്ങി. ഇറങ്ങി പോയി. ഇവളെവിടെ പോണു? കാശിക്ക് എല്ലോ ഉപേക്ഷിച്ച് സന്യാസത്തിന് പോവുക. അമ്മ അച്ഛൻ്റെ അടുത്ത് വഴക്കിട്ട് ഇറങ്ങി പോകും അച്ഛമ്മ. എടി പുഷ്പേ, നീ അകത്തോട്ട് കയറി പോ, ആൾക്കാരെ കൊണ്ട് വല്ലതും പറയിപ്പിക്കാതെ. ഒന്നെങ്കിലും നിങ്ങളെ മകൻ എല്ലാം ഞാൻ രണ്ടുപേരും കൂടി ഇനി ഈ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കില്ല. ജീവിക്കണ്ട, നീ ഇറങ്ങി പോ. ആ പോവന്നെ ചെയ്യുന്നേ. നോക്കി നിങ്ങൾ അങ്ങോട്ട് ചെല്ലടാ അങ്ങോട്ട്. നിങ്ങൾ മൂന്നുപേരും കൂടി അപ്പുണ്ണിനെ നന്നായിട്ട് നോക്കണം കേട്ടോ. അമ്മയോടത്ത് പോയ ഇവിടുത്തെ കാര്യങ്ങളായിരുന്നു. നീ നോക്കണം. നീ അല്ലേ മൂത്ത പെണ്ണ്. മക്കള് കുത്തക്കടന്നും കളിക്കരുത്. ഇല്ല മമ്മ പോണ്ട. എടാ അവളോട് പോരുതെന്ന് പറയടാ. ഞാൻ പറഞ്ഞില്ലേ പോലും അവക്ക് പോകാൻ പറ്റിയല്ലേ. മക്കളെ വിട്ടു പോയാൽ എനിക്ക് ഫീൽ അടിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അയ്യോ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും അല്ല. ഇന്ന് ഹർത്താലാ. ബസ് പോയിട്ട് ഒരു സൈക്കിൾ പോലും ഒക്കെ കിട്ടാൻ പോകുന്നു. ആ ശരിയമ്മ, ഇന്ന് ബന്ധാ. എന്തേ പോകുന്നില്ലേ? ഇല്ല. എടി പറഞ്ഞ വാക്കിന് വില വേണോടി. പോതാളെ. എടി ഇങ്ങനെ തലതൊടിച്ചോടി അവിടെ നിക്കടി. നിക്കടി അവിടെ. അച്ഛാ അപ്പൊ ബന്ധിന്റെ കാര്യം ചുമ്മാ പറഞ്ഞാണല്ലേ? ബന്ധുവില്ല, ഹർത്താലുകൾ ഒന്നുമില്ല. അവള് പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അപ്പൊ ശരിക്കും ഒന്നും ബന്ധില്ലേ? പോടാ, തീരുമാണ്ട. അപ്പൊ അച്ഛനും അമ്മയോട് സ്നേഹം ഉണ്ടല്ലേ? സ്നേഹം ഇല്ലാണ്ടിരിക്കൂടാ. സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല. അമ്മ പോയി കഴിഞ്ഞാലേ വീട്ടിലെ പണി ഫുള്ളി അച്ഛൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നീ ഒരുത്തനായിട്ട് നിക്കടാ അവിടെ, നിക്കടാ അവിടെ, നിക്കടാ അവിടെ. ഉയ്യോ. നിന്നെ- എന്നെ തോൽപ്പിക്കാൻ പറ്റൂല. ഡേയ്, നിക്കടാ. എന്നെ അമ്മേന്റെ മേൽ ബാക്കിയുണ്ട്. ഇല്ല, കാണാറുണ്ട് കേട്ടാ. നിക്കടാ. എന്റെ ദൈവമേ, ഈ അലമാരയുടെ കോല എന്താ ഇത്? അലക്കിയതും അലക്കാത്തതും എല്ലാം ചുരുട്ട് കൂട്ടി ഇട്ട് വെച്ചിന്. ഞാൻ അലക്കി തേച്ച് വെച്ചതൊക്കെ നശിപ്പിച്ചു ചെക്കൻ. ഇതെന്നാ ബീറൂപ്പിയ? എടാ സഞ്ജു, സഞ്ജുവേ, എന്താമ്മേ? നിന്നെ ആരാ വിളിച്ചേ? അല്ല അമ്മ സഞ്ജുനെ വിളിച്ചില്ലേ? സഞ്ജുവിനെ വിളിച്ചാൽ സഞ്ജു വരണ്ടേ, അല്ലാതെ നീ അല്ല വരേണ്ടത്. ഇനി സഞ്ജു പാടത്താണ്. അവനെന്തിനിപ്പം പാടത്ത് പോയത്? അവനും അച്ഛനും കൂടെ എന്തോ കൃഷിയൊക്കെ ചെയ്യാണ്. അച്ഛൻ്റെയും മോൻ്റെയും കൃഷി ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. നീ ഇത് കണ്ട? ഹായ് ബിയർ. തലക്കൊന്ന് തന്നഞ്ഞാലുണ്ടല്ലോ ഇതും കൊണ്ട്. പലിക്ക് തന്നു തലയും പൊട്ടിപ്പോകും, ബീർ കോപ്പി പൊട്ടിപ്പോകും. നിന്റെ മാത്രല്ല, നിന്റെ ആങ്ങളേന്റെ തലയിൽ ഞാൻ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. അവനാണോ ഈ ബീർ കുടിച്ചേ? നീ കണ്ടോ? ഞാൻ നേരിട്ട് കണ്ടില്ല, പക്ഷെ എനിക്ക് ചില സമയത്ത് അവന്റെ പ്രവൃത്തികളൊക്കെ കാണുമ്പേ അവനൊരു കുടിയനാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെങ്ങനെ നിനക്ക് മനസ്സിലാകുന്നു? അമ്മ ചില ദിവസം അവൻ നേരം വൈകി വരാറില്ലേ, അപ്പൊ അവന്റെ പെരുമാറ്റവും പാട്ടും ഡാൻസും ഒരിളക്കൊക്കെ കണ്ടല്ലേ, അത് കാണുമ്പോ തന്നെ സംശയം ഉണ്ടാവും. എനിക്ക് അങ്ങനത്തെ സംശയമൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. അതെ, അമ്മയ്ക്ക് അതൊന്നും സെൻസ് ചെയ്യാനുള്ള ബുദ്ധി ഇല്ലാത്തോണ്ട്. അതെ, ഞാൻ പൊട്ടത്തിയാന്നല്ലേ നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാരും എന്നെ ഇങ്ങനെ വിഡ്ഢിയാക്കി നടക്കുന്നത്? അങ്ങനെയല്ല അമ്മ, ഞാൻ പറ്റിക്കൊന്നുമില്ല. നീ അതും ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യും. പിന്നെ ഒരു കാര്യം, ഈ സാധനം കണ്ടത് ഇവിടെ ഒരാളോട് മിണ്ടിപ്പോരുത്. അപ്പൊ സഞ്ജുനോട് സഞ്ജു അറിയില്ലേ? പഴുതെ അതല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ അച്ചമ്മയോടും കൃഷ്ണയോടും അപ്പുണ്ണിയോടും സംസാരിക്കരുത് ഇതിനെ ചൊല്ലി. അങ്ങനെ പറഞ്ഞാ പിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാവും. മനസ്സിലായാ? പക്ഷെ അമ്മ സഞ്ജുനോട് ചോദിക്കണം,
അത് ഞാൻ ചോദിക്കും. പിന്നെ അത് ഞാൻ ചോദിക്കണ്ടേ? അല്ല പിന്നെ ഞാൻ അവന്റെ അമ്മയെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? അത് ചോദിക്കുകയും ചെയ്യും, 2 ഇട്ട് ഞാൻ കൊടുക്കുകയും ചെയ്യും. കൊടുക്കണം. ഉറപ്പായിട്ട് ചെയ്യും. എന്നാലും ഈ പിള്ളേരൊക്കെ ഇങ്ങനെ വഴി തെറ്റി പോവല്ലേ അമ്മേ? അല്ലേ ഞാൻ പോട്ടെ അല്ലേ? അവന്റെ പുറമെ നിന്ന് പൊളിച്ചിട്ടേ ഉള്ളു കാര്യം. കാണിച്ചു കൊടുക്കാൻ ഇന്നത്തെ പോലെ പണിയെടുത്തിട്ട് നല്ല കുത്തരി ചോറും നല്ല പയറ് തോരനും നല്ല ചുട്ടരത്ത തേങ്ങയുടെ ചമ്മന്തിയും കൂട്ടി നീ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഇന്ന് കഴിക്കാലോ. ഇന്ന് പറ്റുമെന്ന് തോന്നില്ല, നമുക്ക് പിന്നീട് ഒരു ദിവസം കഴിക്കാം. എന്താ തിന്നുമ്പോഴെങ്കിലും ഈ കിടുതാപ്പ് ചെവി വെക്കാതിരുന്നൂടെ? പറഞ്ഞു കഴിച്ചൂടെ? തർക്കുത്തരം പറയുന്ന പിടിച്ച് പൊട്ടിക്കച്ച. ആ നിനക്കുള്ളത് ഇപ്പൊ അമ്മ കൊണ്ടുവരണ്ട്. ബിയർ പണിയെടുത്ത് ക്ഷീണിച്ചു വരുമ്പോ 2 ചിൽഡ് ബിയർ. തറവാടിയാ.